സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ സാങ്കല്പികമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ UDF-ൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയുമില്ലെന്നും VD സതീശൻ പറഞ്ഞു. K മുരളീധരനും വയനാട്ടിൽ ഫിറ്റായ സ്ഥാനാർത്ഥിയാണെന്നും മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ UDF നേതൃത്വം ആലോചന നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. നമ്മളെങ്ങനെയാ നിങ്ങളിങ്ങനെ സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത്? സാങ്കല്പിക ചോദ്യങ്ങളല്ലേ. രാഹുൽ ഗാന്ധി മാറി അവിടെ ആരായിരിക്കുന്നത് സാങ്കല്പികമായ ചോദ്യമാണ്. ഞാനതിന് ഉത്തരം പറയില്ല. മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ? സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റേതായൊരു മെക്കാനിസം ഉണ്ട്. അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണ്? 2 സീറ്റ് മത്സരമുണ്ടല്ലോ, പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതിലെ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും? ആര് പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്? അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവല്ലേ. അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതായത് 18 സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ UDF-ന്റെ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. അത് ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ്. ഞാൻ അതിലൊന്നും വീഴില്ല, കെണിയിലൊന്നും വീഴില്ല. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ, ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത്രയും വലിയ വിജയം, 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത്. അതിൽ 4 പേര് 2 ലക്ഷത്തിന് മീതെ, 2 പേരും 3 ലക്ഷത്തിന് മീതെ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഗ്രേസ് കളയല്ലേ. തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയാണ്. തോൽവി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും തോറ്റിട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ. നിങ്ങളെന്തിനും ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ CPM ശക്തി കേന്ദ്രങ്ങളിലാണ് BJP-യുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഒരുപാട് സ്ഥലത്ത്, അന്തിക്കാട് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ CPM കോട്ടകളിലാണ് വോട്ട് മറിഞ്ഞ് BJP-ക്ക് പോയിരിക്കുന്നത്. അതൊക്കെ പരിശോധിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ തൃശ്ശൂരിനെ കുറിച്ച്. കരുവന്നൂർ ബാങ്കിങ് ഇടപാടുമായിട്ട് അവർ തമ്മിലൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പം അറസ്റ്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഒരു അറസ്റ്റ് നടന്നില്ല. ആ CPM നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പേടിപ്പിച്ചിട്ടാണ് ഇലക്ഷൻ കാലത്ത് നിർത്തിയിരുന്നത്. കയ്യും കാലും മറിച്ചാണ് അവർ നിന്നിരുന്നത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.